ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് കൊട്ടാരക്കര പട്ടണം. ടൗണിന്റെ വികസനത്തെ പോലും മന്ദഗതിയിലാക്കുന്ന വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിൽ ബന്ധപ്പെട്ടവരെല്ലാം പരാജയപ്പെട്ട നിലയിലാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് കൊട്ടാരക്കര ടൗണിലാണ്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ മുതൽ പുലമൺ കോളേജ് ജംഗ്ഷൻ വരെയും ലോവർ കരിക്കം മുതൽ ഐസക് നഗർ വരെയുമാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. രാവിലെ 8ഓടെ രൂപം കൊള്ളുന്ന ട്രാഫിക് ബ്ലോക്ക് രാത്രി 8 വരെ നീളും. ഈ 2 കിലോമീറ്റർ കടന്നുപോകാൻ പലപ്പോഴും 1 മണിക്കൂറോളം വേണ്ടിവരും. ഇത് ദൂരയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ഒന്നുപോലെ വലയ്ക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി വരുന്ന വാഹനങ്ങളാണ്. ടൗണിലെത്തുന്ന കാൽനടയാത്രക്കാർ പലപ്പോഴും റോഡ് മുറിച്ചു കടക്കാനാകാതെ വലയുകയാണ്. ടൗണിലെ ചില ഭാഗങ്ങളിൽ ട്രാഫിക് ഡ്യൂട്ടിക്ക് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും യാത്രാ ദുരിതം ഇരട്ടിയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.